കാട്ടുകൊമ്പന്മാരുടെ നാടുചുറ്റൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിൽ ഭീതി വിതച്ചു. ബുധനാഴ്ച 11 മണിയോടെയാണ് ആനകളെ തിരികെ വനത്തിലേക്ക് കയറ്റിവിടാനായത്. വനപാലകർക്കൊപ്പം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ആനകളെ തുരത്തിയത്. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ആനകൾ സഞ്ചരിച്ചത്. ആനകൾ അക്രമകാരികളാകാതിരുന്നത് ആശ്വാസമായി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെക്കേ പുന്നമറ്റം, കടവൂർ, പനങ്കര തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് കാട്ടുകൊമ്പന്മാർ നാട് ചുറ്റിയത്. പുരയിടങ്ങളും കൃഷിയിടങ്ങളും പുഴയും ടൗണും റോഡുകളുമെല്ലാം താണ്ടിയായിരുന്നു ആനകളുടെ സഞ്ചാരം. കടവൂർ വിളിച്ചു പറയാ, അല്ല റോഡിൽ നിന്ന് മാറാൻ പറയാ. നടന്ന് പുഴ വെള്ളത്തിക്കട ആ കാട്ടാന നിറയെ വെള്ളമുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം 11 മണിയോടെയാണ് കൊമ്പന്മാരെ വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞത്. വനപാലകരും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഭയപ്പെടുത്തിയും വഴിയൊരുക്കിയും ആനകളെ ഓടിക്കുകയായിരുന്നു. ഒച്ചെടുക്കല്ലോ, അതെങ്ങനെയെങ്കിലും പോയിക്കോട്ടെ. ചാത്തമറ്റത്തെ തേക്ക് പ്ലാന്റേഷനിൽ നിന്ന് വടക്കേ പുന്നമറ്റം ഭാഗത്ത് ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് ആനകൾ ആദ്യമെത്തിയത്. അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് അവയെ ഓടിച്ചു. പിന്നീട് പതിവ് വഴികളിൽ നിന്നും മാറിയായിരുന്നു ആനകളുടെ മുന്നേറ്റം. കടവൂർ ഞാറക്കാട് റോഡിനു കുറുകെ ആനകൾ കടക്കുന്നത് ആദ്യമായാണ്. മുമ്പൊരിക്കലും ആനശല്യമില്ലാതിരുന്ന പ്രദേശങ്ങളിലൂടെയാണ് ആനകൾ നീങ്ങിയത്. കോൺക്രീറ്റ് പാലവും പുഴയും കടന്ന് കലൂർ പയ്യാവിലെത്തിയ ആനകളെ അവിടെ നിന്ന് തിരിച്ചോടിച്ചതോടെ ആനകൾ വീണ്ടും തെക്കേ പുന്നമറ്റത്തെത്തി. സ്കൂളിനും ലവ് ഹോമിനും സമീപത്തും ആനകൾ എത്തിയിരുന്നു. അവിടെ മറ്റേ റംബൂട്ടാൻ ഇത് ഇട്ടിട്ടില്ലേ, റംബൂട്ടാൻ ജനവാസ മേഖലകളിലൂടെയുള്ള സഞ്ചാരം പ്രശ്നം സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്ക ശക്തമായതോടെയാണ് ആനകളെ തിരിച്ചോടിക്കാനുള്ള ദൌത്യം ആരംഭിച്ചത്. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമെല്ലാം ആനകളെ തുരത്തുകയായിരുന്നു. 11 മണിയോടെയാണ് ദൌത്യം വിജയം കണ്ടത്. കടവൂരിന് സമീപത്തെ മൂഴിത്തോട് ഭാഗത്ത് വെച്ച് കൊമ്പന്മാർ പുഴ കടന്ന് വനത്തിലേക്ക് കയറുകയായിരുന്നു. ആനകൾ കടന്നുപോയ ഭാഗങ്ങളിലെല്ലാം കാർഷിക വിളകൾക്ക് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കയ്യാലകളും മതിലും കിണറിന്റെ റിങ്ങും തകർത്തിട്ടുണ്ട്. മനുഷ്യർക്ക് നേരെയോ വളർത്തുമൃഗങ്ങൾക്ക് നേരെയോ അക്രമം നടത്താൻ കൊമ്പന്മാർ മുതിരാതിരുന്നത് ആശ്വാസമായി. പണിമുടക്ക് മൂലം റോഡിൽ വാഹനങ്ങളും ആളുകളും കുറവായിരുന്നതും ഗുണം ചെയ്തു. സ്കൂളുകൾ അവധിയായതിനാൽ കുട്ടികൾ പുറത്തില്ലാതിരുന്നതും രക്ഷയായി. ആനകളുടെ സഞ്ചാരപഥം മനസ്സിലാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെയും ഫോൺ വഴിയും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ നൽകിയതും പ്രയോജനപ്രദമായി. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.